ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ മന്തി ആട്ടോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അത്രക്കും ടേസ്റ്റുള്ള ഒരു മട്ടൻ മന്തീൻ്റെ റെസിപ്പി ആയിട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മട്ടനിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം കേട്ടോ. അതിനാദ്യം 2 ടീസ്പൂൺ പച്ചമല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂണ് ഏലക്ക, 1/2 ടീസ്പൂണ് കറാമ്പൂ, പിന്നെ 1 കഷ്ണം പട്ട, ബേ ലീഫ്, 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ജിഞ്ചർ പൗഡർ. ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. നല്ലോണം കഴുകി വൃത്തിയാക്കിയ മട്ടനിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് ഉപ്പും 1 ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. അതിനുശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഏലക്ക, കറാമ്പൂ, ബേ ലീഫ് ഇതിട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്ന അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1 കിലോ മട്ടനാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴണ്ടി വന്ന അതിലേക്ക് ക്യാപ്സിക്കം, തക്കാളിയും കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇതൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. മന്തിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിൻ്റെ ഇലയും പുതിനേൻ്റെ ഇലയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളെ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച മട്ടന് ഇട്ട് കൊടുക്കുക. 1 കിലോ മട്ടനായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക.
മട്ട നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മട്ട മാത്രം എടുക്കുക. ഈ മട്ടനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് മട്ടൻ മാത്രം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചോറ് വെക്കാൻ ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ചോറ് വെക്കുന്നത്. 4 ഗ്ലാസ് ബസുമതി റൈസ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 1.5 ഗ്ലാസ് വെച്ചിട്ട് 6 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു മട്ടൻ്റെ വെള്ളം 4 ഗ്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് സാദാ വെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ടോട്ടൽ 6 ഗ്ലാസ് വെള്ളത്തിൽ ചോറ് വേവിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു ഉണക്കനാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് സിമ്മിലാക്കിയിട്ട് വേവിച്ചെടുക്കുക. ചോറ് വെന്ത് വന്നാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മട്ടൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ പുകയിച്ചെടുക്കണം. കുറച്ച് പച്ചമുളക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ട് ഒരു പാത്രത്തിൽ ചാർക്കോള കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഫോയിൽ പേപ്പറും കൊണ്ട് മൂടി അടച്ച് വെക്കുക. 10 മിനിറ്റ് ഒരു ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കുക. അരമണിക്കൂറിന് ശേഷം ഇത് തുറന്നു കഴിഞ്ഞാൽ അടിപൊളി സ്മെല്ല് വരും. നമുക്ക് മന്തീൻ്റെ ഒരു കറക്റ്റ് ഒരു സ്മെല്ല് വരും. അപ്പോൾ തന്നെ നമുക്ക് തിന്നാനും തോന്നും കേട്ടോ.